വൈദ്യുതാഘാതമേറ്റ കൂട്ടുകാരെ രക്ഷപ്പെടുത്തി രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരം നേടിയ കൊച്ചുമിടുക്കൻ മുഹമ്മദ് സിദാനാണിത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരവും പ്രധാനമന്ത്രിക്കൊപ്പം സംവാദവും കഴിഞ്ഞുള്ള വരവാണിത്. നാടിന്റെ അഭിമാനം, അപകട രംഗത്ത് പകച്ചു നിൽക്കാത്ത മാതൃക. 2024 ഡിസംബർ 18 ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്ക് മുന്നിലേക്കും വരെ സിദാനെ എത്തിച്ച സംഭവങ്ങളുടെ തുടക്കം. പരീക്ഷ എഴുതാനായി സ്കൂൾ ബസ് കാത്തുനിൽക്കുന്നതിനിടെ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും സിദാന്റെ കൂട്ടുകാരൻ മുഹമ്മദ് റജിഹിന് എന്തോ പറ്റി. ഇത് കണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച മറ്റൊരു കൂട്ടുകാരൻ ഷഹജാസിനും അതേ അപകടം തന്നെ സംഭവിച്ചു. അപകടത്തിൽപ്പെട്ട് തെറിച്ചു വീണ ഷഹജാസാണ് സിദാനോട് പറഞ്ഞത് ഷോക്കേറ്റു എന്ന്. ഏതൊരു കുഞ്ഞും പകച്ചു പോകുന്ന, ഒന്ന് പതറിയാൽ 2 ജീവൻ നഷ്ടപ്പെടാവുന്ന സന്ദർഭത്തിൽ അടുത്ത ഒരാളെയും സഹായത്തിന് പോലും കിട്ടുകയും ചെയ്യാതെ വന്നപ്പോൾ സിദാൻ സ്വയം ആ തീരുമാനമെടുത്തു. സമീപത്ത് നിന്ന് ഒരു ഉണങ്ങിയ കമ്പ് തിരഞ്ഞെടുത്ത് സുഹൃത്തുക്കളെ വൈദ്യുതാഘാതത്തിൽ നിന്ന് ഈ 11 വയസ്സുകാരൻ മോചിപ്പിച്ചു. സിദാന്റെ മനസാന്നിധ്യവും അവസരോചിതമായ ഇടപെടലും ഒരു വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത്. കുപ്പി മതിലിൻ്റെ അപ്പുറത്തേക്ക് പോയപ്പോൾ റാജി എടുക്കാൻ വേണ്ടി ഈ പോസ്റ്റിൻ്റെ മുകളിലൂടെ കയറി മതിലിൻ്റെ മുകളിൽ നിന്നു. എന്നിട്ട് പന്തെടുക്കാൻ വേണ്ടി കുനിഞ്ഞു. അപ്പോൾ അവൻ വെഴുതി വീകാൻ പോയി. അവനെ പെട്ടെന്ന് പിടിച്ചത് ഫ്യൂസ്മയായിരുന്നു. അങ്ങനെ അവനെ ഷോക്കേറ്റു. ഷഹജാസിൻ്റെയും എൻ്റെയൊക്കെ വിചാരം ആദ്യം കളിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ ഷഹജാസ് കളിക്കണ്ട എന്ന് പറഞ്ഞ് ഇവൻ്റെ ഷൂസ്മേ തൊട്ടു. അതിൽ ഷഹജാസ് തെറിച്ചു. അപ്പോൾ ഷഹജാസ് പറഞ്ഞു, സിദാനെ ഷോക്ക് അടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഷോക്ക് അടിച്ചു എന്ന്. അങ്ങനെയാണ് ഞാൻ വടിയെടുത്തടിച്ചത്. സിദാന്റെ പ്രവൃത്തിയുടെ വലിപ്പം ശരിക്കും മനസ്സിലാക്കിയത് സ്കൂളിലെ അധ്യാപകനും സംസ്ഥാന അവാർഡ് ജേതാവുമായ ഗിരീഷായിരുന്നു. ഗിരീഷാണ് പത്രവാർത്തകൾ സഹിതം സിദാന് ധീരതയ്ക്കുള്ള പുരസ്കാരത്തിന് നാമനിർദ്ദേശം നൽകിയത്. സാധാരണ ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴിയാണ് ഇത്തരമൊരു അവാർഡിലേക്ക് അയക്കാറ്. എന്നാൽ ഇത്തവണ അവനെ ഈ അവാർഡിന് നോമിനേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നീട് നടന്നത് ചരിത്രം. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും പ്രധാനമന്ത്രി ബാൽ പുരസ്കാരം ഏറ്റുവാങ്ങി. ഈ നേട്ടം കൈവരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഏക വിദ്യാർത്ഥിയാണ് സിദാൻ. ഇനി അതിലും മേലെ അഭിമാനം എന്താ? സ്വന്തം ജീവൻ വില കൽപ്പിക്കാതില്ലേ നമ്മൾ ആഹ്വാനം ചെയ്തിട്ടില്ലേ? നല്ല നാട്ട ഉയരങ്ങളിലെത്തട്ടെ. കൂട്ടുകാർക്ക് വൈദ്യുതാഘാതമേറ്റപ്പോൾ അവസരോചിതമായി പെരുമാറാൻ സിദാൻ ആശയം തോന്നിച്ചത് അമ്മ പറഞ്ഞുകൊടുത്ത പാഠമായിരുന്നു. കോട്ടപ്പാടം കൊടുവാളിപ്പുറത്ത് കല്ലായത്ത് വീട്ടിൽ ഫാത്തിമത്ത് സുഹറയാണ് സിദാന്റെ അമ്മ. ഒരു ബന്ധുവിന് ഷോക്കേറ്റപ്പോഴായിരുന്നു വൈദ്യുതാഘാതമേറ്റപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള അമ്മയുടെ ഉപദേശം. അത് സിദാൻ മറ്റൊരിടത്ത് കൃത്യമായി പ്രയോഗിക്കുകയായിരുന്നു. എൻ്റെ നാത്തൂന് ഷോക്ക് അടിച്ചിരുന്നു ചാർജർമെന്ന്. അങ്ങനെ അവള് തെറിച്ച് വീണ്. അപ്പം അങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ ഞാനിത് പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഈ കുട്ടി അങ്ങനെ ചെയ്യുന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു സന്ദർഭം വരാനും അങ്ങനെ ചെയ്യാനും ഇങ്ങനെ ഒരു അവാർഡ് കിട്ടാനും അതിൽ ഒരുപാട് സന്തോഷം. കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സിദാൻ. പുരസ്കാര ജേതാവുമായി പ്രധാനമന്ത്രി സംവദിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി അവിടെ എന്ത് സംഭവിച്ചു ചോദിച്ചു. പിന്നെ വലിയൊരു കാര്യമാണ് ചെയ്തത്. പിന്നെ രാഷ്ട്രപതി കൺഗ്രാജുലേഷൻസ്. നാടിന്റെയും വീടിന്റെയും ഹീറോയ്ക്ക് അഭിനന്ദനങ്ങൾ.